പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ അവലംബിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന അളിച്ചത് കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിച്ച സമാധാനം കർത്താവെ, സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് അനുഭവിക്കുന്ന അളിച്ചത് കർത്താവെ, ഈ സമാധാനം എല്ലാവരും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ആശങ്കകളാൽ
രോഗങ്ങളാൽ, രോഗക്ലേശങ്ങളാൽ, രോഗഭാരങ്ങളാൽ, സാമ്പത്തിക കടങ്ങളാൽ, കുടുംബത്തിൻ്റെ ഭാഗങ്ങളാൽ, കേസുകളാൽ, അന്യായങ്ങളാൽ, വസ്തുവകൾ തർക്കങ്ങളാൽ, ജപ്തി നടപടികളാൽ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളാൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകളാൽ ഞെരിപിരി കൊള്ളുന്നവർ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമേ തളിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്നു. എങ്ങനെ 10 പൈസ എവിടുന്ന് കിട്ടുമെന്നറിയാതെ നട്ടം തിരിയുന്നവരുണ്ട് കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ. അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ്, വിവാഹം ഒത്തുവരുന്ന വിവാഹം നടത്തിയെടുക്കാൻ പണമില്ലാത്തവർ, ബന്ധുക്കളെ സ്വന്തപ്പെട്ട് സഹായിക്കാത്തവർ. ഒരു പെൺകുഞ്ഞിനോട് പറഞ്ഞു, അപ്പനും അമ്മയും ഡൈവേഴ്സിലാണ് അച്ഛാ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എന്നെ കെട്ടിച്ചു കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ കുറേ നേരം ആൾക്കാരെ അത് കേട്ടിരുന്നുകൊണ്ട് വിഷമത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ അവൾ മാത്രമല്ല, എത്രയോ പേരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് സന്ധിക്കണം. ഈ കുരിശ് ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കണത് അവർക്ക് വേണ്ടി കൂടിയാണ് അമ്മേ. ഇന്നോടുകൂടി ഇന്ന് 3 മണിക്കുള്ളിൽ അതിന് തീരുമാനം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും ആമേൻ. ദൈവരാജ്യത്തിൽ വലിയവനുണ്ട് ചെറിയവനുണ്ടെന്നൊക്കെ പറയത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 5:19 ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എപ്പോഴും. പക്ഷെ ഒരു പ്രശ്നം, പഠിപ്പിക്കുന്നവന് അതനുസരിച്ചിരിക്കണവൻ. അതാണ് എൻ്റെ അകത്ത് വരുന്ന വെല്ലുവിളി, അതാണ് ചാലഞ്ച്. അതാണ് സ്വർഗരാജ്യത്തെ വലിയവനെന്ന് പറയുമ്പോൾ അയാളെന്ത് അനുസരിക്കുകയും ചെയ്യും, അനുസരിക്കണത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ ദൈവരാജ്യം പറയുന്നത്, അപ്പോൾ സിംഗിൾ സ്റ്റാർ വന്ന്, ഡബിൾ സ്റ്റാർ വന്ന്, ട്രിപ്പിൾ സ്റ്റാർ വന്ന്, കണ്ടില്ലേ? അപ്പോൾ ഈ സ്റ്റാർ കയറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ പോയിന്റ് തന്നെയാണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ, ചിലപ്പോൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകാം. നമുക്ക് തകർച്ച ഉണ്ടായോ ഉയർച്ച ഉണ്ടായോ എന്നതല്ല പ്രശ്നം. ചിലപ്പോൾ പൊതുജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും. തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ അതിനെ സമീപിക്കുന്നു. ലൂക്കാ 10:26 വായിച്ചേ. അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതാണ് പ്രശ്നം. നിയമത്തിൽ എന്തെഴുതിയാലും നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു? നിനക്കത് എങ്ങനെയാണ് നീ അതിനെ അഭിമുഖീകരിക്കുന്നത്? നീ എങ്ങനെയാണ് അതിനെ കൈകാര്യം സമീപിക്കുന്നത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഇപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം, കുടുംബത്തിൽ വിജയം ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം, പൊതുജീവിതത്തിൽ വിജയം ഉണ്ടാകാം. പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ എടുക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ആ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? എന്താണ് അത്? എന്തായാലും കർത്താവിനെ, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.